ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് കൂട്ടുകാരന്മാരെ വിശേഷം? ഇത് വെള്ളിയാഴ്ചയല്ലേ? കുറേ പേര് ഉറങ്ങാൻ, കുറേ പേര് കളിക്കാൻ പോയി. ഞാൻ കളിക്കാൻ പോയില്ല, എനിക്ക് കാലിൻ്റെ പ്രശ്നം വീണ്ടും തുടങ്ങിയപ്പോൾ പോയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ 2026 ഒഡീസി എന്ന പടം. ക്രിസ്റ്റഫർ നോളൻ എന്നതിൻ്റെ ഡയറക്ടറാണ്. പക്ഷെ ആ പടം ഐമാക്സിലാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ. പക്ഷേ ഐമാക്സിൽ കണ്ടു കഴിഞ്ഞാൽ ക്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആ പടത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പടം കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? 2004 ഇറങ്ങിയൊരു പടമുണ്ട്, ട്രോയ് എന്ന പടം, എന്ന് പറഞ്ഞൊരു പടം. ആ ട്രോയ് എന്നുള്ള പടം നിങ്ങൾ കാണണം. ആ പടം കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഇപ്പം ഇറങ്ങിയ പടം കാണണം. കാരണം ആ ട്രോയ് എന്നുള്ള പടം ഉണ്ടല്ലോ, അത് ഒരു രാജ്യത്തെ, അതായത് ട്രോയ് എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു രാജകുമാരിയെ ഈ പാരീസ് തോന്നുന്നു, ഗ്രീസ് സ്ഥലത്തെ ഒരു രാജകുമാരൻ പോയിട്ട് പ്രണയിച്ചിട്ട് തട്ടിക്കൊണ്ടുവരാൻ തോന്നുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സംഭവം അതിലുള്ള. പക്ഷെ അതിലത്തെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തെയും എന്താ പറയുക പടയാളികളുണ്ട്. എൻ്റെ പൊന്നെ, ഈ ട്രോയ് എന്ന് പറഞ്ഞ എന്താ പറയുക, ഈ ഗ്രീസ് എന്ന് പറഞ്ഞൊരു പടയാളിയുണ്ട്. അതിലത്തെ ഹീറോ, അയാളെ കുറച്ച് പെർഫോമൻസ് അതിലുണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു അടിപൊളി സീനുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ യുദ്ധമാണ്. പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ ഞാൻ തൃശ്ശൂർ ശ്രീകാര്യയിൽ നിന്ന് കണ്ടത്. അപ്പോൾ ആ പടം അതിൽ പട്ടാളക്കാരിങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട്, അന്ന് ഏകദേശം കുഴപ്പമില്ലാത്തൊരു സൗണ്ടൊക്കെ തന്നെയാണ്, ഡോൾബി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അതതിൻ്റെ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. എൻ്റെ പൊന്നെ, ഭയങ്കര ഒരു അടിപൊളി കഥയാണ് അത്. പഴയകാലത്തെ ചരിത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പടം പോയി കാണാം. അവസാന ഫൈറ്റിങ് കൂടുതൽ ഞാൻ പറയണില്ല, പക്ഷേ ഞാനിപ്പോഴും കാണും. കാരണം ഞാൻ 2004 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏകദേശത്തിൽ പ്രായത്തെ പോലെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ തൃശ്ശൂർ പോയിട്ട്, അന്ന് സിനിമ പ്രാന്താണ്, ഞാൻ തൃശ്ശൂർ ആകത്തിൽ നിന്നൊക്കെ ഞാൻ കൂടുതൽ പടങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പടം കാണുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആ ട്രോയ് എന്നുള്ള പടം കാണും. ആ ട്രോയ് എന്നുള്ള പടം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടം കാണും. ഇതിനെക്കുറിച്ച് ഇങ്ങനെ റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പടത്തിൻ്റെ കുറിച്ചിട്ടുള്ള റിവ്യൂ എന്താവും? അതിലത്തെ നായകൻ്റെ കുറച്ച് ഫൈറ്റിൻ്റെ അതിൽ വാളയിട്ട് അതിൽ നിന്നൊക്കെ കോപ്പി എടുത്തിട്ടാണ് ഇന്നത്തെ ബാഹുബലിക്ക് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ നിങ്ങളാ പടം കാണും. ആ ട്രോയ് എന്നുള്ള പടം ഇതേപോലത്തെ ഒരു കുതിരനെ അതിലുണ്ടാക്കുന്നുണ്ട്, ഒരു മരപ്പല. അവസാനം അവർ തോറ്റി എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്ന സമയത്താണ് അതിലത്തെ ഒരു പടയാളിക്ക് ബുദ്ധി തോന്നുന്നത്. ആ ബുദ്ധി തോന്നുന്നുണ്ട് ഒരു മരത്തിൻ്റെ ഒരു കുതിര ഉണ്ടാക്കുന്നു. ആ കുതിരൻ്റെ ഉള്ളിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് രാത്രി അറ്റാക്കാണ്. അവസാനം മരിക്കണ സീനുണ്ട്, അടിപൊളി സീനാണ്.